ഒരു മകളെക്കുറിച്ചുള്ള മാതാവിൻ്റെ ചോദ്യമാണ്. മകൾക്ക് 14 വയസ്സായി, പക്ഷേ ഇതുവരെ പക്വത എത്തിയിട്ടില്ല എന്നാണ്. അവളുടെ കൂട്ട് ഒക്കെ ചെറിയ കുട്ടികളോടാണ്. അവളുടെ താഴെ കുട്ടികളുണ്ട്, വലിയ ദേഷ്യമാണ്, നമസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ അശ്രദ്ധകൾ വരുത്തുന്നത്, കളവ് പറയും. അവൾക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾക്ക് മാത്രമേ ശ്രദ്ധ കൊടുക്കാറുള്ളൂ, ബാക്കി പഠനകാര്യത്തിലൊക്കെ വളരെ പിറകോട്ടാണ്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൗൺസിലിംഗ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവളുടെ പ്രായത്തിലുള്ള ഒരു ഫ്രണ്ട് പോലും അവൾക്ക് കൂട്ടായില്ല എന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൽ സാധാരണ ഉമ്മമാർക്ക് കുട്ടികളെക്കുറിച്ചുണ്ടാവുന്ന ഒരാശങ്ക ഉണ്ട്. അപ്പോൾ പൊതുവേ ഉമ്മമാർ കുട്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എന്താണ്, അവരെ കുട്ടി അവർ വിചാരിച്ച പോലെ അത്ര പക്വമതിയല്ല എന്ന് പലരും പറയാറുണ്ട്. അതെ. പക്ഷെ നമുക്ക് ഇന്ന് ഈ ചോദ്യം കുറച്ചൊരു വ്യത്യസ്തമായി തോന്നുന്നുണ്ട്. കാരണം ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. അതായത് അവളുടെ പ്രായത്തിലുള്ള സുഹൃത്തുക്കളില്ല, അതിന് താഴെയുള്ള ആളുകളോടാണ് കളിക്കുന്നത്, പെരുമാറുന്നതെന്നാണ്. ഇതിനെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ കുട്ടിയുടെ ഉമ്മ ചെയ്യേണ്ടത് മോൾക്ക് അങ്ങനെ ഒരു പക്വതയില്ല എന്ന മാനസിക കാഴ്ചപ്പാടിൽ നിന്ന് അവരാദ്യം മാറണം. കാരണം നമ്മളിപ്പോൾ ഒരു 18 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിനെ 8 വയസ്സായി കാണുമ്പോൾ നമ്മളെ കുട്ടിയുമായുള്ള എല്ലാ സംസാരങ്ങളും ആ കുട്ടിയുടെ സമീപനങ്ങളും എല്ലാം ആ നിലവാരത്തിലായിരിക്കും. അപ്പോൾ കുട്ടിക്ക് പക്വത കൈവരിച്ച് വരണമെങ്കിൽ 14 വയസ്സായ ഒരു കുട്ടിയോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെ പെരുമാറി വരുമ്പോൾ മാത്രമേ ആ കുട്ടി എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പക്വതയിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അവളുടെ പെരുമാറ്റങ്ങൾ സംസാരങ്ങളോടൊക്കെ പ്രതികരിക്കുമ്പോൾ ഒരു മുതിർന്ന കുട്ടിയോട് പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, അവളുടെ പ്രായത്തിലുള്ള കുട്ടികളോട് കൂട്ടിക്കൂടുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ ഒക്കെ പെട്ട അവളുടെ പ്രായമുള്ള കുട്ടികളുണ്ടായിരിക്കും. അവരോട് ഇവളോട് എന്ത് ചെയ്യാൻ പറ്റുക, അങ്ങോട്ടേക്ക് പോയിട്ട് പെരുമാറാൻ പറയുക. പല സന്ദർഭങ്ങളിലും അവളുമായി സംസാരിക്കാനും അവളുമായി ആശയവിനിമയങ്ങൾ നടത്താനും അവർ സംസാരിക്കുന്ന അതേ കാര്യങ്ങൾ അവളോട് പറയാനൊക്കെ ശ്രമിച്ചാൽ എന്തു ചെയ്യും, സ്വാഭാവികമായും അവൾ അതിലേക്ക് വരും. പിന്നെ അവരുമായിട്ട് കമ്പനിയാവും. അപ്പോൾ അവരുടെ നിലവാരത്തിലേക്ക് മാനസികമായി വരും. പിന്നെ ദീനിയായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 14 വയസ്സെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളിപ്പോൾ ഒരു മുതിർന്നൊരു കുട്ടി എന്നൊന്നും നമുക്ക് അങ്ങനെ പറയാനായിട്ടില്ല. പിന്നെ ഒരു പ്രായപൂർത്തിയൊക്കെ വരുമ്പോഴാണല്ലോ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ചെറിയൊരു കുട്ടിയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദീനീ കാര്യങ്ങളിൽ നമ്മളോടൊപ്പം നിർത്താൻ പറ്റും. ഒരു 5 വയസ്സായ ഒരു കുട്ടി ജമാഅത്തിന് വേണ്ടി പള്ളിയിലെത്തിയാൽ എന്ത് ചെയ്യും, മുതിർന്ന ആളുകളെപ്പോലെ തന്നെ അവൻ ആദ്യാവസാനം വരെ നിസ്കരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിയും ഖുർആൻ വളരെ നന്നായി ഓതുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരു പക്വതക്കുറവോ പ്രായക്കുറവോ ഒരിക്കലും മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് എന്തല്ല, ഒരു പ്രയാസം ഉണ്ടാക്കണില്ല. അപ്പോൾ ദീനീ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മുതിർന്ന കുട്ടിയോടൊപ്പമുള്ള പെർഫെക്ഷനിൽ പൂർണ്ണതയിൽ അവളെ കൊണ്ടുപോകാൻ പറ്റും. മുതിർന്ന കുട്ടികളുമായിട്ട് അവളോട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കാം. ഉമ്മ അവൾക്ക് പക്വത എത്തിയിട്ടുണ്ട് എന്ന നിലക്ക് പെരുമാറാനും ശ്രമിച്ചാൽ തീർച്ചയായും അത് സാധ്യമാകും. ഈ മാനസികമായ പക്വത വർദ്ധിച്ചു വരികയാണെങ്കിൽ ഭയപ്പെടാനൊന്നുമില്ല. അല്ല, അതിങ്ങനെ ഒരേ അവസ്ഥയിൽ തന്നെ വർഷങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യണം, അവളുടെ വയസ്സിനനുസരിച്ചുള്ള നോർമലായ പുരോഗതി ഉണ്ടെങ്കിലും ആ പുരോഗതി പൂർത്തിയായി വരും. ഇനി അതില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചൈൽഡ് സൈക്കോളജിസ്റ്റായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഒരു ചികിത്സ ആവശ്യമുണ്ടോ, പ്രത്യേക എന്തെങ്കിലുമൊക്കെ വേണ്ടതുണ്ടോ എന്ന് അവരോട് അന്വേഷിക്കുന്നത് നന്നായിരിക്കും.